ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും M4 ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ വാട്ടർ അഥവാ ജലം എന്ന 16ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പ്രകൃതിയിൽ നിന്ന് ഒരുപാട് വിഭവങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും അമൂല്യമായ ഒന്നാണ് ജലം അല്ലെങ്കിൽ വാട്ടർ. വാട്ടർ ഈസ് എ പ്രഷ്യസ് നാച്ചുറൽ റിസോഴ്സ്. The substance of water is a cause for origin of life on earth. ഭൂമിയിൽ ജീവൻ ഉണ്ടാവാൻ തന്നെ കാരണം ജലമാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ചന്ദ്രനിൽ ജലമുണ്ടോ, അതേപോലെ ചൊവ്വയിൽ ജലമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു പോകുന്നത്. ജലമുണ്ടെങ്കിൽ മാത്രമേ ജീവൻ നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. 65% of the body parts of animals and plants contain water. പ്ലാന്റ്സിൻ്റെ ആണെങ്കിലും ആനിമൽസിൻ്റെ ആണെങ്കിലും ശരീരത്തിൽ 65% എന്താണ്? ജലം തന്നെയാണ്. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ സസ്റ്റെയിനിങ് ലൈഫ്, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, എനർജി പ്രൊഡക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ജലം ആവശ്യമായിട്ട് വരുന്നത്? ജീവൻ നിലനിർത്താൻ ജലം ആവശ്യമായി വരുന്നുണ്ട്. അതേപോലെ കൃഷി ചെയ്യണമെങ്കിൽ ജലം വേണം. ഇൻഡസ്ട്രി അല്ലെങ്കിൽ വ്യവസായം നടത്തണമെങ്കിൽ ജലം ആവശ്യമാണ്. എനർജി പ്രൊഡക്ഷൻ, അതായത് ഊർജം ഉൽപ്പാദിപ്പിക്കണമെങ്കിലും ജലം ആവശ്യമാണ്. പിന്നെ എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഗതാഗതം. നമുക്കറിയാമല്ലേ, ജലഗതാഗതമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോ ട്രാൻസ്പോർട്ടേഷനും ജലം ആവശ്യമാണ്. ഇനി പ്രകൃതിയിൽ നിന്നും നമുക്ക് ഏതൊക്കെ രൂപത്തിലാണ് ജലം ലഭിക്കുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ജലം ലഭിക്കുന്നത്? നാച്ചുറൽ റിസോഴ്സസ് ഓഫ് വാട്ടർ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് റെയിൻ വാട്ടർ. മഴയിൽ നിന്നും നമുക്ക് ജലം ലഭിക്കുന്നുണ്ട്. അതേപോലെ വെൽസ് അല്ലെങ്കിൽ കിണറുകൾ, ബാക്ക് വാട്ടേഴ്സ് അല്ലെങ്കിൽ കായലുകൾ, സ്ട്രീംസ് അല്ലെങ്കിൽ അരുവികൾ, റിവേഴ്സ് അല്ലെങ്കിൽ നദികൾ, ഓഷ്യൻസ് അല്ലെങ്കിൽ സമുദ്രം, ഇതിൽ നിന്നെല്ലാം നമുക്ക് ജലം ലഭിക്കുന്നുണ്ട്. ഇനി വാട്ടർ ഈസ് എ സബ്സ്റ്റൻസ് ഫൗണ്ട് ഇൻ നേച്ചർ ഇൻ ഓൾ ദ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. മാറ്ററിൻ്റെ 3 സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. സോ മാറ്ററിൻ്റെ ഈ 3 സ്റ്റേറ്റിലും കാണപ്പെടുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ജലം അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയുന്നത്. വാട്ടർ നമുക്ക് സോളിഡ് രൂപത്തിൽ ഐസായിട്ട് കാണാൻ സാധിക്കും, ലിക്വിഡ് രൂപത്തിൽ വാട്ടറായിട്ട് തന്നെ കാണാൻ സാധിക്കും, ഗേഷ്യസ് രൂപത്തിൽ വാട്ടർ വേപ്പറായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, സോ വാട്ടറിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലേ? ഇനി എന്താണ് ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ തിളനില എന്ന് നമുക്ക് നോക്കാം. ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിലെ ടെമ്പറേച്ചർ മനസ്സിലാക്കാൻ വേണ്ടി ബീക്കറിൻ്റെ ഉള്ളിലേക്ക് ഒരു തെർമോമീറ്റർ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ താഴെ നിന്നും ഈ ബീക്കറിലേക്ക് ചൂട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹീറ്റ് ചെയ്യുന്തോറും നമുക്ക് തെർമോമീറ്ററിലൂടെ ഇതിൻ്റെ ടെമ്പറേച്ചർ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഹീറ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോൾ ഈ തെർമോമീറ്ററിലെ റീഡിങ് കോൺസ്റ്റൻ്റ് ആയിട്ട് മാറും. അതായത് പിന്നീട് തെർമോമീറ്റർ ഇൻക്രീസ് കാണിക്കില്ല, ഒരു വാല്യൂ അങ്ങനെ തന്നെ നിലനിൽക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, ആ ഒരു ടെമ്പറേച്ചറിനെയാണ് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിളനില എന്ന് പറയുന്നത്. വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് ആണ് 100 ഡിഗ്രി സെൽഷ്യസ്. അതിനുശേഷം പിന്നെ എത്ര ചൂട് നമ്മൾ വെള്ളത്തിന് കൊടുത്താലും ആ ഒരു ടെമ്പറേച്ചർ തെർമോമീറ്റർ റീഡ് ചെയ്യില്ല. 100 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ കാണിക്കും. ഓക്കെ, സോ ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ലിക്വിഡ് ബോയിൽസ് അറ്റ് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇസ് കോൾഡ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. ഏതൊരു ലിക്വിഡ് ആണെങ്കിലും നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ബോയിൽ ആവാൻ തുടങ്ങുന്ന ആ ടെമ്പറേച്ചറിനെയാണ് എന്ത് പറയുന്നത്? ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് തിളയ്ക്കാൻ ആരംഭിക്കുന്ന ആ ഒരു ടെമ്പറേച്ചർ. അങ്ങനെയെങ്കിൽ വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് ആണ് 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴേക്കും വെള്ളം തിളച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, വൺസ് വാട്ടർ സ്റ്റാർട്ട്സ് ബോയിലിംഗ് ദ ടെമ്പറേച്ചർ വിൽ നോട്ട് ചേഞ്ച് ബിക്കോസ് ഓൾ ദ ഹീറ്റ് സപ്ലൈഡ് ഇസ് യൂട്ടിലൈസ്ഡ് ഫോർ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഞാൻ പറഞ്ഞു ആദ്യം തന്നെ, നമ്മൾ ഹീറ്റ് ചെയ്ത് വൺസ് വാട്ടർ ബോയിലായി കഴിഞ്ഞാൽ പിന്നെ തെർമോമീറ്ററിൽ നമുക്ക് ഇൻക്രീസ് കാണാനായിട്ട് സാധിക്കില്ല. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് മാത്രമേ പിന്നെ നമ്മൾ കാണത്തുള്ളൂ. അതെന്തുകൊണ്ടാണ്? എക്സസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എല്ലാം അവിടെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു?
ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതായത് വൺസ് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സപ്ലൈ ഹീറ്റ് വീണ്ടും വീണ്ടും കൊടുത്തോണ്ടിരുന്നാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ പാത്രത്തിലെ വെള്ളം വറ്റി പോകുന്നതായിട്ട്. അതായത് വെള്ളത്തിന് എന്ത് സംഭവിച്ചു? വെള്ളം അടുത്ത സ്റ്റേറ്റിലേക്ക് മാറി, ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറി, അല്ലെങ്കിൽ വാട്ടർ വേപ്പർ ആയിട്ട് മാറാനായിട്ട് തുടങ്ങി. ഹെൻസ് ഓൾ ദ എക്സസ് ഹീറ്റ് സപ്ലൈഡ് വിൽ ബി കണ്ടെയ്ൻഡ് ഇൻ ദ സ്റ്റീം അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. തിളച്ച വെള്ളത്തിൻ്റെ മുകളിലായിട്ട്, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ കൈ ഇങ്ങനെ കൊണ്ട് വയ്ക്കുവാണെങ്കിൽ നമ്മുടെ കൈക്ക് പൊള്ളലേക്കും അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ? മുകളിലൂടെ സ്റ്റീം അല്ലെങ്കിൽ ആവി ഇങ്ങനെ പോരുന്നുണ്ടായിരിക്കും. ഈ ആവിക്ക് വെള്ളത്തിനേക്കാളും ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പം നമ്മൾ എക്സസ് ആയിട്ട് കൊടുക്കുന്ന ഹീറ്റ് എല്ലാം അവിടെ എന്തിലാണ് കാണുന്നത്? സ്റ്റീമിലാണ് കാണുന്നത്. ഓക്കെ, ദ സ്റ്റീം കോസസ് മോർ സിവിയർ ബേൺസ് ദാൻ ബോയിലിംഗ് വാട്ടർ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. അതായത് 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളം നമുക്ക് എത്രത്തോളം പൊള്ളൽ ഏൽപ്പിക്കുമോ അതിനേക്കാൾ കൂടുതൽ പൊള്ളലാണ് ആ ഒരു ആവി കൊണ്ട് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഓക്കെ, സോ എന്താണ് ബോയിലിംഗ് പോയിന്റ്? വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? എന്തുകൊണ്ടാണ് ബോയിലിംഗ് പോയിന്റിന് ശേഷവും നമ്മൾ പിന്നെയും വെള്ളം ഹീറ്റ് ചെയ്താൽ ആ ബോയിലിംഗ് പോയിന്റ് ചേഞ്ച് ആവാത്തത് എന്നൊക്കെ മനസ്സിലായല്ലോ. ഇനി നമ്മുടെ എല്ലാ വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പ്രഷർ കുക്കർ അല്ലേ? എന്തിനാണ് പ്രഷർ കുക്കർ യൂസ് ചെയ്യുന്നത്? ഫുഡ് കുക്ക് ചെയ്യാനായിട്ട്. എന്തുകൊണ്ടായിരിക്കും നമ്മൾ പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് ഈസി ടു പ്രിപ്പയർ ഫുഡ് ഇൻ പ്രഷർ കുക്കർ. പ്രഷർ കുക്കറിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ പ്രഷർ. പ്രഷർ കുക്കർ എന്ന പേരിൽ തന്നെയുണ്ട് ഒരു പ്രഷർ എന്ന വാക്കല്ലേ? അതായത് പ്രഷർ കുക്കറിൽ നമ്മൾ ഹൈ പ്രഷറിലാണ് കുക്ക് ചെയ്യുന്നത്. ഇങ്ങനെ പ്രഷർ കൂട്ടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ആവും. നമ്മൾ നേരത്തെ പഠിച്ചു, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ ഒരു നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. ഈ പ്രഷർ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റിന് എന്ത് സംഭവിക്കും? ബോയിലിംഗ് പോയിന്റും ഇൻക്രീസ് ആവും. സോ പ്രഷർ കുക്കറിൻ്റെ ഉള്ളിൽ വെള്ളം ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ 120 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലാതെ 100 ഡിഗ്രി സെൽഷ്യസ് അല്ല. അതുകൊണ്ട് തന്നെ പ്രഷർ കുക്കറിൻ്റെ ഉള്ളിൽ എന്ത് അനുഭവപ്പെടുന്നു? ഹൈ ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഫുഡ് ഫാസ്റ്റായിട്ട് കുക്കാവും. എന്നാൽ ഇനി പ്രഷർ കുറയുന്ന കേസസിൽ എങ്ങനെയായിരിക്കും? ഹൈ ഓൾട്ടിറ്റ്യൂഡ് റീജിയൻസ് വാട്ടർ ബോയിൽസ് അറ്റ് എ ടെമ്പറേച്ചർ ബിലോ 100 ഡിഗ്രി സെൽഷ്യസ്. ഹൈ ഓൾട്ടിറ്റ്യൂഡ് റീജിയൻസ് എന്ന് പറയുമ്പോൾ ഊട്ടി, മൂന്നാർ അങ്ങനെയുള്ള കുറച്ച് ഉയരത്തിലുള്ള പ്രദേശങ്ങളിൽ ചെന്നിട്ട് നമ്മൾ ഫുഡ് കുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വെള്ളം തിളപ്പിക്കാനോ ശ്രമിച്ചാൽ ഈ പറഞ്ഞ 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളക്കില്ല. പകരം എത്ര ടെമ്പറേച്ചറിലായിരിക്കും? അതിനേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചറിലായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ? ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് പ്രഷറിന് എന്ത് സംഭവിക്കും? പ്രഷർ കുറയും. സോ മലയുടെ മുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ പ്രഷർ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ 100 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചറിൽ വാട്ടർ ബോയിലാകും. സോ പ്രഷർ കുക്കറിൻ്റെ കേസിൽ നമ്മൾ ഹൈ പ്രഷർ പ്രൊവൈഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ആവുന്നുണ്ട്. പെട്ടെന്ന് കുക്ക് ചെയ്യാനായിട്ടും പറ്റും. സോ പ്രഷർ നമ്മൾ ഇൻക്രീസ് ചെയ്താൽ കുക്കിംഗ് ടൈം നമുക്ക് കുറഞ്ഞു കിട്ടും. എന്നാൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് റീജിയൻസിൽ പ്രഷർ കുറവാണ്. സോ ബോയിലിംഗ് പോയിന്റ് ഡിക്രീസ് ആവും. 100 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറവായിരിക്കും വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ്. ഇവിടെ നമുക്ക് കൂടുതൽ സമയമെടുക്കും കുക്ക് ചെയ്യാനായിട്ട്. നൗ ഡസ് വാട്ടർ വേപ്പറൈസ് ഒൺലി അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്? അതായത് വാട്ടർ അതിൻ്റെ ബോയിലിംഗ് പോയിന്റിൽ മാത്രമാണോ വാട്ടർ വേപ്പറായിട്ട് മാറുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? വാട്ടർ എക്സിസ്റ്റ് ഇൻ ദ ലിക്വിഡ് ഫോം അറ്റ് ടെമ്പറേച്ചേഴ്സ് ബിറ്റ്വീൻ 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 100 ഡിഗ്രി സെൽഷ്യസ്. അതായത് 0 ഡിഗ്രി സെൽഷ്യസിനും 100 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിട്ടാണ് വാട്ടർ അതിൻ്റെ ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്നത്. But water changes to vapor at any temperature up to 100 degree Celsius. ഈ 100 ഡിഗ്രി സെൽഷ്യസ് എത്തുന്നത് വരെയുള്ള ഏത് ടെമ്പറേച്ചറിൽ വേണമെങ്കിലും വാട്ടറിന് വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറാനായിട്ട് സാധിക്കും. അതായത് ബോയിലിംഗ് പോയിന്റ് എത്തുമ്പോൾ മാത്രമല്ല വാട്ടർ വേപ്പറായിട്ട് മാറുന്നത്, അതിന് മുന്നേയും വാട്ടറിന് വാട്ടർ വേപ്പറായിട്ട് മാറാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ?
Now, evaporation is a process by which a liquid changes to vapor. ഒരു ലിക്വിഡ് അതിൻ്റെ സ്റ്റേറ്റ് മാറി വേപ്പറിലേക്ക് പോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഇവോപ്പറേഷൻ എന്ന് പറയുന്നത്. ലിക്വിഡ് ചേഞ്ചസ് ടു വേപ്പർ, അല്ലെങ്കിൽ ലിക്വിഡ് അതിൻ്റെ ഗേഷ്യസ് ഫോമിലേക്ക് മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയനെയാണ് എന്ത് പറയുന്നത്? ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. On heating water, the heat absorbed is utilized for rise in temperature and for evaporation. നമ്മൾ വെള്ളം ഹീറ്റ് ചെയ്യുമ്പോൾ ആ ഹീറ്റ് എന്തിനൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആക്കാനും അതേപോലെ തന്നെ ഇവോപ്പറേഷൻ, ആ വെള്ളത്തിനെ വാട്ടർ വേപ്പറായിട്ട് മാറ്റാനും ഉപയോഗിക്കുന്നുണ്ട്. സോ 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെ വാട്ടർ അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിലാണ്. പക്ഷേ ആ സമയത്ത് എന്തും കൂടി സംഭവിക്കുന്നുണ്ട്? വാട്ടറിൻ്റെ സ്റ്റേറ്റ് മാറുന്നുണ്ട് അല്ലേ? ലിക്വിഡ് ഫോമിൽ നിന്നും വേപ്പർ ഫോമിലേക്ക് അല്ലെങ്കിൽ ഗേഷ്യസ് ഫോമിലേക്ക് മാറുന്ന ഒരു ടെമ്പറേച്ചർ കൂടിയാണ് ഈ 0 ഡിഗ്രി സെൽഷ്യസ് ടു 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി വെള്ളത്തിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഹീറ്റ് കപ്പാസിറ്റി. ജലത്തിന് ഹൈ ഹീറ്റ് കപ്പാസിറ്റി ആണ് ഉള്ളത്. സോ എന്താണ് ഈ ഹീറ്റ് കപ്പാസിറ്റി എന്ന് നോക്കാം. It is the amount of heat required to change the temperature of a given amount of matter by 1 degree Celsius. അതായത് എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചറിനെ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താനായിട്ട് ആവശ്യമായ ഹീറ്റിനെയാണ് അതിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ വാട്ടറിന് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ് എന്ന് പറയുമ്പോൾ വെള്ളം നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ടെമ്പറേച്ചറിൽ നിന്നും 1 ഡിഗ്രി സെൽഷ്യസ് കൂടാൻ വേണ്ടി നമ്മൾ കൂടുതൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ കൂടുതൽ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് വെള്ളത്തിന് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ് എന്ന് പറയുന്നത്. അതായത് വെള്ളം സാവധാനമായിരിക്കും ചൂട് പിടിച്ച് വരുന്നത്. നമ്മളിപ്പോൾ ഒരു ബീക്കറിൽ കുറച്ച് വെള്ളവും മറ്റൊരു ബീക്കറിൽ കുറച്ച് എണ്ണയും എടുത്തിട്ട് ചൂടാക്കുക. ഏതായിരിക്കും ആദ്യം ചൂടാവുന്നത്? എണ്ണയായിരിക്കും ആദ്യം ചൂടാവുന്നത്. എന്തുകൊണ്ടാണ്? എണ്ണയുടെ ഹീറ്റ് കപ്പാസിറ്റി കുറവാണ്. അതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാനായിട്ട് കുറച്ച് ഹീറ്റ് കൊടുത്താൽ മതിയാവും. എന്നാൽ വെള്ളം അങ്ങനെയല്ല. വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ആവാൻ കൂടുതൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ കൂടുതൽ ഹീറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? So even when the same amount of heat is supplied to equal quantities of water and coconut oil, the temperature of water doesn't increase suddenly because of its high heat capacity. സെയിം എമൗണ്ട് ഓഫ് വാട്ടറും കോക്കനട്ട് ഓയിലും നമ്മൾ ഈക്വൽ ഹീറ്റ് കൊടുത്ത് ചൂടാക്കുന്ന സമയത്ത് ഏതായിരിക്കും ആദ്യം ഹീറ്റ് ആവുന്നത് അല്ലെങ്കിൽ ആദ്യം ചൂട് പിടിച്ച് വരുന്നത്? കോക്കനട്ട് ഓയിലായിരിക്കും. വെള്ളം സാവധാനമാണ് ഹീറ്റ് ആവുന്നത്. ഇതെന്തുകൊണ്ടാണ്? വെള്ളത്തിന് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലായതുകൊണ്ടാണ്. വാട്ടർ ഹാസ് എ എബിലിറ്റി ടു ഹോൾഡ് മോർ ഹീറ്റ് വെൻ കമ്പയർഡ് ടു അതർ സബ്സ്റ്റൻസസ്. സോ ഇങ്ങനെ ലഭിക്കുന്ന ചൂട് വാട്ടറിന് കുറേ സമയം നിലനിർത്താനും കഴിയും. സോ ഈ ഹീറ്റ് ഹോൾഡ് ചെയ്ത് വെക്കാനും വാട്ടറിന് കഴിവുണ്ട്. മനസ്സിലായോ? ഇനി വെള്ളത്തിൻ്റെ ഈ ഹൈ ഹീറ്റ് കപ്പാസിറ്റി യൂസ്ഫുൾ ആയിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, വാട്ടർ ഈസ് യൂസ്ഡ് ടു കൂൾ ഹോട്ട് ഓബ്ജെക്ട്സ്. അതായത് നല്ല ചൂടുള്ള ഒബ്ജെക്ട്സിനെ തണുപ്പിക്കാനായിട്ട് നമ്മൾ വെള്ളം ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, രാവിലെ നമ്മൾ എണീറ്റ് ചായ കുടിക്കാനായിട്ട് ചെല്ലുവാണ്. അന്നേരം ചായ ഭയങ്കര ചൂടാണ്. നമ്മൾ എന്ത് ചെയ്യും? ഒന്നല്ലെങ്കിൽ നമ്മളത് ആറ്റി തണുപ്പിക്കും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് നോർമൽ വാട്ടർ എടുത്തിട്ട് അതിലേക്ക് ഈ ചായയുടെ ഗ്ലാസ് ഇറക്കി വെക്കാനായിട്ട് പറ്റും അല്ലേ? ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ചായയുടെ ചൂട് എന്തിലേക്ക് പോവും? വെള്ളത്തിലേക്ക് പോവും. ഈ നോർമൽ വാട്ടർ ചായയുടെ ചൂട് അബ്സോർബ് ചെയ്തെടുക്കും. ചായ തണുക്കുകയും ചെയ്യും. ഈ ബീക്കറിലിരിക്കുന്ന വെള്ളം എന്ത് പറ്റും? പയ്യെ പയ്യെ ചൂടാവുകയും ചെയ്യും. മനസ്സിലായോ? നൗ സെക്കൻഡ് കേസാണ്, വാട്ടർ ഇസ് യൂസ്ഡ് ഇൻ റേഡിയേറ്റേഴ്സ് ടു റെഗുലേറ്റ് ദ ഹീറ്റ് ഇൻ ഓട്ടോമൊബൈൽ എൻജിൻസ്. ഓട്ടോമൊബൈൽ എൻജിൻസ് അതായത് നമ്മുടെ കാറ്, അതേപോലെ ലോറി, അങ്ങനെ ഏത് ഓട്ടോമൊബൈൽ എൻജിൻ ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ റേഡിയേറ്റേഴ്സിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ചൂട് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻജിൻ ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റേഡിയേറ്റേഴ്സിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? വാട്ടർ ഉപയോഗിക്കുന്നുണ്ട്. നൗ 2/3 ഓഫ് ദ എർത്ത് ഈസ് വാട്ടർ. നമ്മൾ നമ്മുടെ ഭൂമി എടുക്കുകയാണെങ്കിൽ ഭൂമിയുടെ 2/3 ഭാഗവും എന്ത് തന്നെയാണ്? വാട്ടറാണ്. ഇതിൻ്റെ പ്രയോജനം എന്താ?
ദിസ് റെഗുലേറ്റ്സ് എ ടെമ്പറേച്ചർ ഓഫ് എർത്ത്. ഇതുകൊണ്ടാണ് ഭൂമിയിൽ ഭയങ്കര കഠിനമായ ചൂട് നമുക്ക് ഫീൽ ചെയ്യാതെ ആ ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നത്. നൗ മോർ ദാൻ 65% ഓഫ് ബോഡി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇസ് വാട്ടർ. നമ്മൾ ആദ്യം പഠിച്ചു അല്ലേ, പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ശരീരത്തിൻ്റെ 65% എന്ത് തന്നെയാണ്? വാട്ടറാണ്. This regulates the body temperature of plants and animals and thus can adapt to change in atmospheric temperature. So, ഈ 65% വാട്ടർ ആകുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? അവിടെയും നമുക്ക് ബോഡി ടെമ്പറേച്ചർ ഓഫ് പ്ലാന്റ്സും ആനിമൽസും റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ആ ടെമ്പറേച്ചറിനോട് അഡാപ്റ്റ് ചെയ്യാനും പ്ലാന്റ്സിനും ആനിമൽസിനും സാധിക്കുന്നത് അതിൻ്റെ ശരീരത്തിൽ കൂടുതലും ജലമായതുകൊണ്ടാണ്. മനസ്സിലായല്ലോ? ഇനി വാട്ടറിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. എന്താണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ? വെൻ വാട്ടർ ഈസ് കൂൾഡ് ഇറ്റ്സ് ഡെൻസിറ്റി ഇൻക്രീസസ് ആൻഡ് ദ കോൾഡ് വാട്ടർ ഗോസ് ഡൗൺ. വെള്ളം തണുപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വാട്ടർ മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസ് ആകുന്നു, അല്ലെങ്കിൽ വാട്ടറിൻ്റെ ഡെൻസിറ്റി ഇൻക്രീസ് ആകുന്നു, അതിന് കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ തണുത്ത വെള്ളം താഴത്തേക്ക് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ദിസ് ഒക്കേഴ്സ് ടിൽ ദ ടെമ്പറേച്ചർ റീച്ചസ് 4 ഡിഗ്രി സെൽഷ്യസ്. ഈ ഒരു പ്രോസസ്സ് 4 ഡിഗ്രി സെൽഷ്യസ് എത്തുന്നത് വരെയും സംഭവിക്കും. വെൻ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഗോസ് ബിലോ 4 ഡിഗ്രി സെൽഷ്യസ് ഡ്യൂ ടു അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ ഇറ്റ്സ് വോളിയം ഇൻക്രീസസ് വൈൽ ഇറ്റ്സ് ഡെൻസിറ്റി ഡിക്രീസസ്. എന്നാൽ 4 ഡിഗ്രി സെൽഷ്യസിലും താഴത്തേക്ക് ടെമ്പറേച്ചർ പോയി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വാട്ടറിന് അനോമലസ് എക്സ്പാൻഷൻ സംഭവിക്കുന്നു. അതായത് വാട്ടർ അബ്നോർമലായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. തണുപ്പിക്കുന്ന സമയത്ത് ഡെൻസിറ്റി കുറയും ശരിക്കും അല്ലേ? പക്ഷേ എന്നാൽ 4 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ താഴെ ടെമ്പറേച്ചർ പോയി കഴിയുമ്പോൾ പിന്നെ ഡെൻസിറ്റി കൂട്ടാനായിട്ട് വാട്ടറിന് പറ്റില്ല, പകരം വാട്ടർ എക്സ്പാൻഡ് ആണ് ചെയ്യുന്നത്. അങ്ങനെ ഡെൻസിറ്റി ഡിക്രീസ് ആവും. വാട്ടർ ബിലോ 4 ഡിഗ്രി സെൽഷ്യസ് റൈസസ് ടു ദ സർഫസ്. ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളത്തിന് താഴെ നിൽക്കാൻ പറ്റില്ല, അതെങ്ങോട്ടേക്ക് പോകും? മുകളിലേക്ക് പോകും. ഇറ്റ് ഫ്രീസസ് ആൻഡ് കവേഴ്സ് ദ സർഫസ് ഓഫ് വാട്ടർ വിത്ത് ഐസ് വിച്ച് ഈസ് ലെസ് ഡെൻസ് ദാൻ വാട്ടർ. അങ്ങനെ ഡെൻസിറ്റി കുറഞ്ഞ് മുകളിലേക്ക് പോയ വെള്ളം ക്രമേണ എന്ത് സംഭവിക്കും? ഫ്രീസ് ആകും. അങ്ങനെ താഴെയുള്ള വെള്ളത്തിൻ്റെ മുകളിലായിട്ട് ഐസ് ലെയർ ഫോം ചെയ്യുന്നു. അക്വാട്ടിക് ലൈഫ് ഇൻ വാട്ടർ ബോഡീസ് അറ്റ് കോൾഡർ റീജിയൻസ് സിറ്റുവേറ്റഡ് ഇൻ ദ വാട്ടർ ബിലോ ദിസ് ലെയർ ഓഫ് ഐസ്. അതുകൊണ്ട് തന്നെ തണുത്ത പ്രദേശങ്ങളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ വാട്ടർ ബോഡീസിൻ്റെ മുകളിലൊക്കെ എന്ത് കാണാനായിട്ട് പറ്റും? ഐസിൻ്റെ ലെയർ കാണാൻ പറ്റും. അവിടെ അക്വാട്ടിക് ആനിമൽസ് ഇല്ലേ? ഉണ്ട്. അക്വാട്ടിക് ആനിമൽസ് അവിടെയും ഉണ്ട്. എവിടെയായിട്ടായിരിക്കും? ഈ ഐസ് ലെയറിൻ്റെ താഴെയായിട്ട് കാണുന്നത് വാട്ടർ ഫോമിൽ തന്നെയാണ്. ഈ വാട്ടറിൽ അക്വാട്ടിക് ആനിമൽസിന് സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താണ്? മുകളിലെ ഈ ഐസ് പാളികൾ 0 ഡിഗ്രി സെൽഷ്യസിലാണുള്ളത്. എന്നാൽ താഴെ എത്ര ടെമ്പറേച്ചർ വരെ ഉണ്ട്? 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉണ്ട്. അപ്പോൾ ഈ താഴെയുള്ള 4 ഡിഗ്രി സെൽഷ്യസിൽ അക്വാട്ടിക് ആനിമൽസിന് സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. അതായത് വെള്ളം നമ്മൾ തണുപ്പിക്കുന്ന സമയത്ത് 4 ഡിഗ്രി സെൽഷ്യസ് എത്തുന്നത് വരെയും അതിൻ്റെ ഡെൻസിറ്റി ഇൻക്രീസ് ആകുന്നു, അല്ലെങ്കിൽ വോളിയം ഡിക്രീസ് ആകുന്നു, കോൾഡ് വാട്ടർ താഴത്തേക്ക് പോകുന്നു. എന്നാൽ ടെമ്പറേച്ചർ 4 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറഞ്ഞു കഴിയുമ്പോൾ ഡെൻസിറ്റി വീണ്ടും ഇൻക്രീസ് ആകുന്നതിന് പകരം എന്ത് സംഭവിക്കും? വോളിയം ഇൻക്രീസ് ആയിട്ട്, അല്ലെങ്കിൽ വാട്ടർ എക്സ്പാൻഡ് ആയിട്ട് അതിൻ്റെ ഡെൻസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഡെൻസിറ്റി കുറഞ്ഞ വാട്ടർ മുകളിലേക്ക് വരുന്നു. അത് പിന്നീട് ഫ്രീസ് ചെയ്ത് ഐസായിട്ട് മാറുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. സോ ഇത് എവിടെയാണ് ഉപകാരപ്രദമാകുന്നത്? കോൾഡർ റീജിയൻസിലെ അക്വാട്ടിക് ലൈഫിനാണ് ഇത് ഉപകാരമായിട്ട് വരുന്നത്. കാരണം അവിടെ മുകളിൽ ഐസ് ലെയർ ഉണ്ടെങ്കിലും താഴെ വെള്ളം ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെയാണുള്ളത്. അവിടെ അക്വാട്ടിക് ആനിമൽസിന് സുഖമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കിയല്ലേ? അങ്ങനെയെങ്കിൽ എന്താണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് നോക്കാം. ഫ്രീസിംഗ് ഓഫ് വാട്ടർ. വാട്ടർ ചേഞ്ചസ് ടു ഐസ് വെൻ ഇറ്റ്സ് ടെമ്പറേച്ചർ റീച്ചസ് 0 ഡിഗ്രി സെൽഷ്യസ്. വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴേക്കും
വാട്ടർ അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും സോളിഡ് സ്റ്റേറ്റായ ഐസിലേക്ക് മാറും. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് ഇസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഇറ്റ് ഫ്രീസസ് ടു സോളിഡ് അറ്റ് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതായത് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഒരു ലിക്വിഡ് അതിൻ്റെ സോളിഡ് സ്റ്റേറ്റിലേക്ക് ഫ്രീസ് ആകുന്ന ടെമ്പറേച്ചറിനെയാണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇസ് 0 ഡിഗ്രി സെൽഷ്യസ്. വെള്ളത്തിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ 0 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴേക്കും വാട്ടർ അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും സോളിഡ് സ്റ്റേറ്റായ ഐസിലേക്ക് ചേഞ്ച് ആവും. ഓക്കെ, നോർമലി ഓൾ സബ്സ്റ്റൻസസ് ഷ്രിങ്ക് ഓൺ കൂളിംഗ് ആൻഡ് ദെയർ വോളിയം ഡിക്രീസസ്. ദിസ് ഇൻക്രീസസ് ഇറ്റ്സ് ഡെൻസിറ്റി. സാധാരണഗതിയിൽ ഏത് വസ്തുവിനെയും നമ്മൾ തണുപ്പിക്കുമ്പോൾ അതിൻ്റെ വോളിയം കുറയും, അതായത് ഡെൻസിറ്റി ഇൻക്രീസ് ആകും. എന്നാൽ വെള്ളത്തിൻ്റെ കേസിൽ ഇങ്ങനെയാണോ? ഇങ്ങനെയാണെങ്കിൽ വെള്ളത്തിൻ്റെ മേലെ ഐസ് പൊങ്ങിക്കിടക്കില്ലല്ലോ. സോ വെള്ളത്തിൻ്റെ കേസിൽ എന്താ പറ്റുന്നത്? വെൻ വാട്ടർ ഇസ് കൺവേർട്ടഡ് ടു ഐസ് ഇറ്റ്സ് വോളിയം ഇൻക്രീസസ് ആൻഡ് ഡെൻസിറ്റി ഡിക്രീസസ്. അതായത് നമ്മൾ വാട്ടറിൻ്റെ അനോമലസ് എക്സ്പാൻഷൻ പഠിച്ചിരുന്നു അല്ലേ? അതായത് 4 ഡിഗ്രി സെൽഷ്യസ് എത്തുന്നത് വരെയും വെള്ളം തണുപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ വോളിയം ഡിക്രീസ് ആകുന്നുണ്ട്, അതായത് ഡെൻസിറ്റി ഇൻക്രീസ് ആവുന്നുണ്ട്. എന്നാൽ 4 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞും നമ്മൾ വാട്ടറിനെ തണുപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് അബ്നോർമലായിട്ട് എക്സ്പാൻഡ് ആവും, അതായത് വോളിയം ഇൻക്രീസ് ചെയ്യും. അങ്ങനെ അതിൻ്റെ ഡെൻസിറ്റി ഡിക്രീസ് ആവും. അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ മേലെ ഐസ് പൊങ്ങിക്കിടക്കുന്നത്. അതായത് ഐസിന് വാട്ടറിനേക്കാളും ഡെൻസിറ്റി കുറവാണ്. എന്നാൽ ഇതുപോലെയല്ല മറ്റ് സബ്സ്റ്റൻസസിൻ്റെ കേസിൽ. ബാക്കി സബ്സ്റ്റൻസസിൻ്റെ കേസിൽ എന്താണ്? നമ്മൾ തണുപ്പിക്കുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് കൂടുതൽ വോളിയം കുറഞ്ഞിട്ട് ഡെൻസിറ്റി ഇൻക്രീസ് ആകുന്നു. നമ്മൾ അതിനെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് താഴത്തേക്ക് പോകും. എന്നാൽ ഐസിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഐസിൻ്റെ കേസിൽ ഐസ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് സർഫസ് ടെൻഷൻ. എന്താണ് സർഫസ് ടെൻഷൻ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ നമ്മൾ എവിടെ വാട്ടർ ബോഡീസ് കണ്ടാലും ആ വാട്ടറിൻ്റെ സർഫസിൻ്റെ മുകളിലായിട്ട് എന്താണുള്ളത്? എയർ ആയിരിക്കും അല്ലേ? സോ എയറിൽ വാട്ടർ മോളിക്യൂൾസ് ഏത് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്? ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അതായത് വാട്ടർ വേപ്പർ ആയിട്ടായിരിക്കും വെള്ളത്തിൻ്റെ സർഫസിൻ്റെ മുകളിൽ വാട്ടർ മോളിക്യൂൾസ് കാണപ്പെടുന്നത്. സോ ഇവിടെ കാണുന്ന ഈ ഒരു സെറ്റപ്പ് നമുക്ക് അസ്യൂം ചെയ്യാം. ഇവിടെ ബ്ലൂ കളറിൽ കാണുന്നത് വാട്ടറാണ്, ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അതിൻ്റെ മേലെ കാണുന്ന ഫ്രീ സർഫസിൽ വാട്ടർ വേപ്പർ ഫോമിലാണുള്ളത്, അല്ലെങ്കിൽ ഗേഷ്യസ് ഫോമിലാണുള്ളത്. ഇനി ഈ 2 സ്റ്റേറ്റിനും എന്താണ് പ്രത്യേകത? ഗേഷ്യസ് ഫോമിലാണെങ്കിൽ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കുറവായിരിക്കും. കമ്പയർഡ് ടു ഗേഷ്യസ് ഫോം, ലിക്വിഡ് ഫോമിൽ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കൂടുതലായിരിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ വാട്ടർ മാത്രം ഉള്ള ഒരു കേസ് എടുക്കുമ്പോൾ ഇവിടെ ഉള്ളിലും അതേപോലെ ഈ സൈഡുകളിലെല്ലാം അട്രാക്ഷൻ കൂടുതലായിരിക്കും. എന്നാൽ ഈ സർഫസിലെ അട്രാക്ഷൻ കുറവാണ്. അതായത് സർഫസിലെത്തുമ്പോൾ ഈ സർഫസിൻ്റെ ആ ഒരു ലൈനിലും താഴേക്കും മാത്രമാണ് കൂടുതൽ മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാകുന്നത്. മുകൾ വശത്ത് അട്രാക്ഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വാട്ടറിൻ്റെ സർഫസ് ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിനായിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു ബിഹേവിയറിനെയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അതായത് വെള്ളം എവിടെയുണ്ടെങ്കിലും അതിൻ്റെ സർഫസ് നമ്മൾ എടുക്കുമ്പോൾ ആ സർഫസിൽ സൈഡിലേക്കും അതേപോലെ താഴേക്കുമാണ് കൂടുതൽ ഫോഴ്സ് അനുഭവപ്പെടുന്നത്. കാരണം അവിടെ കൂടുതൽ വാട്ടർ മോളിക്യൂൾസ് ലിക്വിഡ് സ്റ്റേറ്റിലുണ്ട്, അവർ തമ്മിലുള്ള അട്രാക്ഷൻ കൂടുതലായിരിക്കും. അതിൻ്റെ മുകൾ വശത്ത് വാട്ടർ വേപ്പർ ഫോമിലാണുള്ളത്, അവിടെ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കുറവാണ്. അതുകൊണ്ട് വാട്ടറിൻ്റെ സർഫസ് ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിനായിട്ട് ബിഹേവ് ചെയ്യും. ഈ ഒരു ബിഹേവിയറിനെയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ എല്ലാ ലിക്വിഡ്സിൻ്റെയും ഒരു പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഈ സർഫസ് ടെൻഷൻ വെള്ളത്തിനുണ്ട്. വെള്ളത്തിൻ്റെ സർഫസ് ടെൻഷൻ കൊണ്ടാണ്
വെള്ളത്തിൽ എട്ടുകാലി അതുപോലെ ചില ഇൻസെക്ട്സിനൊക്കെ വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നത്. ഇനി നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു ബ്ലേഡ് അതിൻ്റെ മേലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ബ്ലേഡ് വെള്ളത്തിൽ ഫ്ലോട്ടായി കിടക്കാനും കാരണം വാട്ടറിൻ്റെ ഈ സർഫസ് ടെൻഷൻ മൂലമാണ്. അതായത് വാട്ടറിൻ്റെ സർഫസ് നമ്മൾ എടുക്കുമ്പോൾ താഴേക്കും അതേപോലെ സൈഡിലേക്കുമാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലുള്ളത്. മുകൾ വശത്ത് അട്രാക്ഷൻ കുറവാണ്. എന്തുകൊണ്ടാണ്? അവിടെ ഗേഷ്യസ് ഫോമിലാണ് വാട്ടർ കാണപ്പെടുന്നത്. താഴെയാണെങ്കിൽ അത് ലിക്വിഡ് ഫോമിലാണ്. കമ്പയർഡ് ടു ഗേഷ്യസ് ഫോം താഴെ കൂടുതൽ മോളിക്യൂൾസ് അട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സർഫസ് ഒരു മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ സർഫസ് ടെൻഷൻ ആക്ട്സ് ഇൻ സച്ച് എ വേ സോ ആസ് ടു റെഡ്യൂസ് ദ സർഫസ് ഏരിയ ഓഫ് എ ലിക്വിഡ്. അതായത് ഒരു ലിക്വിഡിൻ്റെ സർഫസ് ഏരിയ എത്രത്തോളം റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ ആ ഒരു രീതിയിലാണ് സർഫസ് ടെൻഷൻ എപ്പോഴും പ്രവർത്തിക്കുന്നത്. For the definite mass of a substance, surface area is minimum for spherical shape. അതായത് നമ്മൾ ഒരു മാസ് സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ഏത് ഷേപ്പിൽ അതിനെ മോൾഡ് ചെയ്താലാണ് ഏറ്റവും കുറവ് സർഫസ് ഏരിയ വേണ്ടി വരുന്നത്? സ്ഫെറിക്കൽ ഷേപ്പിൽ ഇരിക്കുമ്പോഴാണ് ഏതൊരു മാസ് ഓഫ് സബ്സ്റ്റൻസും ഏറ്റവും കുറവ് സർഫസ് ഏരിയയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് അസ്യൂം സ്ഫെറിക്കൽ ഷേപ്പ്. കാരണം സർഫസ് ടെൻഷൻ അതിൽ ആക്ട് ചെയ്യുന്നത് അതിൻ്റെ ഏരിയ എപ്പോഴും ഏറ്റവും കുറവാക്കി വെക്കുന്ന രീതിയിലാണ്. ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ഏത് ഷേപ്പിലിരിക്കുമ്പോഴാണ് അതിൻ്റെ സർഫസ് ഏരിയ ഏറ്റവും കുറവ്? സ്ഫെറിക്കൽ ഷേപ്പിലിരിക്കുമ്പോഴാണ്. സോ സർഫസ് ടെൻഷൻ കാരണമാണ് ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് സ്ഫെറിക്കൽ ഷേപ്പ് അസ്യൂം ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൻ്റെ മേലെ ഒരു ബ്ലേഡ് ഇട്ട് കഴിഞ്ഞാൽ ആ ബ്ലേഡ് വെള്ളത്തിൻ്റെ മേലെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുമെന്ന്. അതെന്തുകൊണ്ടാണ്? വാട്ടറിൻ്റെ സർഫസ് ടെൻഷൻ കാരണമാണ്. നമ്മൾ വെള്ളത്തിൻ്റെ മുകളിൽ ബ്ലേഡ് ഇടുമ്പോൾ ഈ ബ്ലേഡിനൊരു വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് കാരണം താഴത്തേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി വാട്ടറിൻ്റെ സർഫസ് ടെൻഷൻ കാരണം വാട്ടർ ഈ ബ്ലേഡിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഫോഴ്സും ബാലൻസിലായതുകൊണ്ടാണ് ബ്ലേഡിന് വാട്ടറിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കാനായിട്ട് പറ്റുന്നത്. എന്നാൽ ഈ വെള്ളത്തിലേക്ക് നമ്മൾ സോപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ സർഫസ് ടെൻഷന് എന്ത് സംഭവിക്കും? വെള്ളത്തിൻ്റെ സർഫസ് ടെൻഷൻ ഡിക്രീസ് ചെയ്യും. അതായത് നൗ ദ സർഫസ് ടെൻഷൻ ക്യാൻ നോ ലോങ്ങർ ബാലൻസ് ദ ബ്ലേഡ്സ് വെയ്റ്റ്. ഇനി ഈ ബ്ലേഡിൻ്റെ വെയ്റ്റിനെ സർഫസ് ടെൻഷന് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അതായത് താഴത്തേക്കുള്ള ഫോഴ്സിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അത് ബ്ലേഡിൻ്റെ വെയിറ്റ് മൂലം അത് താഴത്തേക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ്. എന്നാൽ ഇപ്പോൾ വെള്ളത്തിൻ്റെ സർഫസ് ടെൻഷൻ കുറഞ്ഞു. അതുകൊണ്ട് മുകളിലേക്കുള്ള ഫോഴ്സ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഏത് ഫോഴ്സാണ് ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത്? ബ്ലേഡ് താഴത്തേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഇവിടെ കൂടുതലായിട്ട് നിൽക്കുന്നത്. സോ ഇവിടെ ഇംബാലൻസ് വന്നു അല്ലേ? അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആ ബാലൻസ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇവിടെ ബ്ലേഡ് സിങ്കായി പോവും. ബ്ലേഡ് താഴത്തേക്ക് വെള്ളത്തിൻ്റെ അടിയിലേക്ക് മൂവ് ചെയ്യും. മനസ്സിലായല്ലോ? സോ വെള്ളത്തിന് സർഫസ് ടെൻഷൻ കൂടുതലാണ്. അതിലേക്ക് കുറച്ച് സോപ്പ് വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സർഫസ് ടെൻഷൻ കുറയും. ക്ലിയർ അല്ലേ? സോ സോപ്പ് വെള്ളത്തിനാണ് സാധാരണ വെള്ളത്തിനേക്കാളും സർഫസ് ടെൻഷൻ കുറവെന്ന് മനസ്സിലായി അല്ലേ? ഇനി ഇത് നമ്മൾ എവിടെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? ലോണ്ടറി അല്ലെങ്കിൽ തുണികൾ വാഷ് ചെയ്യുന്ന സമയത്താണ് ഇത് നമുക്ക് യൂസ്ഫുൾ ആകുന്നത്. ഇൻ ഓർഡർ ടു റിമൂവ് ഡേർട്ട് ഫ്രം ദ ഫാബ്രിക്, വാട്ടർ ഷുഡ് മൂവ് ഈസിലി ത്രൂ ദ ഫൈൻ ത്രെഡ്സ് ഓഫ് ദ ഫാബ്രിക്. ഒരു ഫാബ്രിക് അല്ലെങ്കിൽ ഒരു തുണിയിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് അഴുക്ക് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ വെള്ളം അതിൻ്റെ ഓരോ ഇഴകളിലേക്കും ഇറങ്ങിച്ചെല്ലണം. ഇറ്റ് ഈസ് ഓൺലി പോസിബിൾ ബൈ ഡിക്രീസിങ് ദ അട്രാക്റ്റീവ് ഫോഴ്സസ് ബിറ്റ്വീൻ ദ വാട്ടർ മോളിക്യൂൾസ്. അതായത് വെള്ളം തുണിയിലേക്ക് നന്നായി ഇറങ്ങിച്ചെല്ലണമെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കുറയ്ക്കണം. എങ്കിൽ മാത്രമേ ഈ വാട്ടർ മോളിക്യൂൾസിന് തുണിയിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതെങ്ങനെ സാധ്യമാകും? ഇത് സാധ്യമാകണമെങ്കിൽ സർഫസ് ടെൻഷൻ കുറച്ചാൽ മതി. സർഫസ് ടെൻഷൻ കുറയ്ക്കുമ്പോൾ വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കുറയും. ഇനി സർഫസ് ടെൻഷൻ എങ്ങനെ കുറയ്ക്കാം? അതിലേക്ക് സോപ്പ് ആഡ് ചെയ്താൽ മതി. ശരിയല്ലേ? ഹെൻസ് വാഷിംഗ് ക്ലോത്ത്സ് ഈസ് ഈസിയർ വിത്ത് സോപ്പ്. സാധാരണ വെള്ളത്തിൽ തുണി കഴുകുന്നതിനേക്കാളും ഈസി ആയിട്ട് സോപ്പ് വെള്ളത്തിൽ തുണി കഴുകിയാൽ നമുക്ക് അഴുക്ക് കളയാനായിട്ട് പറ്റും.
Soap molecules can get into the particles of dirt in the fabric, attract water molecules and reduce the surface tension of water. അതായത് സോപ്പ് മോളിക്യൂൾസ് ഫാബ്രിക്കിലെ അല്ലെങ്കിൽ തുണിയിലെ ഡേർട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ഡേർട്ടിനെ വാട്ടറോട് കൂടി അട്രാക്റ്റ് ചെയ്തുകൊണ്ട് വരും. അങ്ങനെ ഡേർട്ട് ഫാബ്രിക്കിൽ നിന്നും അല്ലെങ്കിൽ തുണിയിൽ നിന്നും റിമൂവ് ആകും. ഇത് പോസിബിൾ ആകുന്നത് സോപ്പ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ആ വെള്ളത്തിൻ്റെ സർഫസ് ടെൻഷൻ കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കുറയും. വാട്ടർ മോളിക്യൂൾസിന് ഡേർട്ടിനെ അട്രാക്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. Thus, dirt particles are easily removed from the fabric along with the water molecules. അങ്ങനെ വാട്ടർ മോളിക്യൂൾസിൻ്റെ കൂടെ ഡേർട്ട് പുറത്തേക്ക് വരുമ്പോൾ തുണിയിൽ നിന്നും ഡേർട്ട് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആകും. സോ ഇത് കറക്റ്റായി മനസ്സിലായല്ലോ. കമ്പോണൻസ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്? വാട്ടർ ഈസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യുവൻറ്റ് എലമെൻറ്റ്സ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് എന്തുണ്ടാവുന്നത്? വാട്ടർ ഉണ്ടാവുന്നത്. സോ വാട്ടറിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ് അല്ലെങ്കിൽ കമ്പോണൻസ് എന്താണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനുമാണ്. Hydrogen and oxygen can be produced by decomposing water and water can be produced by combining hydrogen and oxygen. അതായത് വാട്ടറിനെ ഡീകമ്പോസ് ചെയ്താൽ നമുക്ക് എന്ത് ലഭിക്കും? ഹൈഡ്രജനും ഓക്സിജനും കിട്ടും. അതേപോലെ ഹൈഡ്രജനെയും ഓക്സിജനെയും കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് ലഭിക്കും? വാട്ടർ കിട്ടും. ഓക്കെ, സോ വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുല H2O ആണ്. അതായത് 2 ഹൈഡ്രജൻ ആറ്റംസും 1 ഓക്സിജൻ ആറ്റവും ചേർന്നതാണ് ഒരു വാട്ടർ മോളിക്യൂൾ. ഓക്കെ, സോ വാട്ടറിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ് അല്ലെങ്കിൽ കമ്പോണൻസ് എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനുമാണ്. ഈ വാട്ടറിനെ ഡീകമ്പോസ് ചെയ്താൽ നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും കിട്ടും. ഹൈഡ്രജനെയും ഓക്സിജനെയും കമ്പൈൻ ചെയ്താൽ നമുക്ക് വാട്ടർ തിരിച്ചു കിട്ടും. ഓക്കെ, നൗ വാട്ടർ ക്യാൻ ബി ഡീകമ്പോസ്ഡ് ഇൻ ടു ഇറ്റ്സ് കമ്പോണൻസ് ബൈ ഇലക്ട്രോളിസിസ്. നമ്മൾ പറഞ്ഞു വാട്ടറിനെ ഡീകമ്പോസ് ചെയ്താൽ ഹൈഡ്രജനും ഓക്സിജനും കിട്ടുമെന്ന്. സോ എങ്ങനെയാണ് വാട്ടറിനെ ഡീകമ്പോസ് ചെയ്യുന്നത്? ഇലക്ട്രോളിസിസ് എന്ന മെത്തേഡിലൂടെയാണ് വാട്ടറിനെ ഡീകമ്പോസ് ചെയ്യുന്നത്. അങ്ങനെ ഡീകമ്പോസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ് ആയ ഹൈഡ്രജനും ഓക്സിജനും നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വാട്ടറിനെ എങ്ങനെയാണ് ഇലക്ട്രോളിസിസ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനും സെപ്പറേറ്റ് ആക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, സോ വാട്ടറിനെ ഇലക്ട്രോളിസിസ് ചെയ്യാനുള്ള സെറ്റപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിനെ വാട്ടർ വോൾട്ടാമീറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, ആദ്യം തന്നെ ഒരു ടംബ്ലറിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ 2 അയൺ നെയിൽസ് ഇവിടെ കാണുന്നത് പോലെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ അയൺ നെയിൽസിൻ്റെ മേലെയായിട്ട് 2 ടെസ്റ്റ് ട്യൂബ്സ് ഇൻവേർട്ടഡ് ആയിട്ട് ഒട്ടും എയർ ബബിൾസ് ഉള്ളിൽ കയറാത്ത രീതിയിൽ പ്ലേസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് അയൺ നെയിൽസിലേക്ക് ഒരു ബാറ്ററിയും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ ഒരു വാട്ടറിലേക്ക് കുറച്ച് ആസിഡ് ഡ്രോപ്ലെറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ ബാറ്ററി ഓൺ ആക്കുക, അതായത് ഇതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ മുകളിലായിട്ട് ഗ്യാസ് ഫോം ചെയ്യും. ആ ഗ്യാസിനെ നമ്മൾ കളക്ട് ചെയ്യണം. എന്നിട്ട് ഏതാണ് ആ ഗ്യാസ് എന്ന് ഡിറ്റക്റ്റ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസസ് ഏതാണെന്ന് ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഓരോ സ്ഥലത്തും നമ്മൾ ഒരു ബേണിംഗ് ഇൻസെൻസ് അല്ലെങ്കിൽ ഒരു ചന്ദനത്തിരിയോ അങ്ങനെ എന്തെങ്കിലും ബേൺ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോയിട്ട് നമ്മൾ കാണിക്കുമ്പോൾ ഏത് ഗ്യാസാണ് ലിബറേറ്റ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, introduce a burning incense stick into the gas collected in the test tube that is connected to the negative terminal of the battery. സോ ഈ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ടെസ്റ്റ് ട്യൂബിൻ്റെ മുകളിൽ ഫോം ചെയ്തിരിക്കുന്ന ഗ്യാസ് ഏതാണെന്നറിയാൻ അവിടെ നമുക്ക് ഒരു ചന്ദനത്തിരി കൊണ്ടുപോയിട്ട് കാണിച്ചു നോക്കണം. അപ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? ഇത് കമ്പസ്റ്റബിൾ ആയിട്ടുള്ളൊരു ഗ്യാസാണ് അവിടെ വന്നത്. അതായത് അവിടെ നമ്മളൊരു ചന്ദനത്തിരി കാണിക്കുമ്പോൾ ആ ഗ്യാസ് കത്താനായിട്ട് തുടങ്ങും. കത്തുന്ന ഗ്യാസ് ഏതാണ്? കത്തുന്ന ഗ്യാസ് ഹൈഡ്രജനാണ്. സോ അവിടെ ഗ്യാസ് തന്നെ കത്തി. അത് കാരണം എന്ത് നമുക്ക് പറയാം? അവിടെ ലിബറേറ്റ് ചെയ്ത ഗ്യാസ് അല്ലെങ്കിൽ അവിടെ ഫോം ചെയ്ത ഗ്യാസ് ഹൈഡ്രജനാണ്. ഓക്കെ,
ഇനി ഈ പോസിറ്റീവ് ടെർമിനലിൻ്റെ അവിടെ നമ്മൾ ബേണിംഗ് ഇൻസെൻസ് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഒരു ചന്ദനത്തിരി പോസിറ്റീവ് ടെർമിനലിലാണ് കാണിക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക? ഈ ചന്ദനത്തിരി കത്താനായിട്ട് തുടങ്ങും. അതായത് അവിടെ ഉണ്ടായിരുന്ന ഗ്യാസ് ചന്ദനത്തിരിയെ കത്താൻ സഹായിക്കുകയാണ് ചെയ്തത്. അങ്ങനെ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. ഓക്കെ, സോ പോസിറ്റീവ് ടെർമിനലിൽ ഫോം ചെയ്ത ഗ്യാസ് ഓക്സിജൻ, അത് കത്താൻ സഹായിക്കുന്നു. എന്നാൽ നെഗറ്റീവ് ടെർമിനലിൽ ഫോം ചെയ്ത ഗ്യാസ് ഹൈഡ്രജൻ ആണ്, അത് കത്തുന്ന വാതകമാണ്. ഓക്കെ, അല്ലെങ്കിൽ കത്തുന്ന ഗ്യാസ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? വാട്ടറിലേക്ക് വൈദ്യുതി കടത്തിവിട്ട് വാട്ടറിനെ ഡീകമ്പോസ് ചെയ്ത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ. ഓക്കെ, സോ അത് ചെയ്യുന്നത് വാട്ടർ വോൾട്ടാമീറ്ററിലൂടെയാണ്. ഇനി ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കൺവീനിയൻ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് ഹോഫ്മാൻ വാട്ടർ വോൾട്ടാമീറ്റർ. ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ഹോഫ്മാൻ വാട്ടർ വോൾട്ടാമീറ്റർ. The volumes of hydrogen and oxygen obtained in these experiments will be in the ratio 2:1. നമ്മൾ ആദ്യം ചെയ്ത എക്സ്പെരിമെൻറ്റിലാണെങ്കിലും ഹോഫ്മാൻ വാട്ടർ വോൾട്ടാമീറ്ററിൽ ഈ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ കണ്ടക്ട് ചെയ്താലും നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും ഏത് റേഷ്യോയിലാണ് ലഭിക്കുന്നത്? 2:1 റേഷ്യോയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുല H2O ആണെന്ന്. അതായത് 2 ഹൈഡ്രജൻ ആറ്റംസും ഒരു ഓക്സിജൻ ആറ്റവും ചേരുന്നതാണ് ഒരു വാട്ടർ മോളിക്യൂൾ. സോ ഹൈഡ്രജനും ഓക്സിജനും ഏത് റേഷ്യോയിലാണ്? 2:1 റേഷ്യോയിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈഡ്രജനെയും ഓക്സിജനെയും കമ്പൈൻ ചെയ്താൽ നമുക്ക് തിരിച്ച് വാട്ടർ ഉണ്ടാക്കാനായിട്ട് പറ്റുമെന്ന്. അതെങ്ങനെയാണെന്ന് നോക്കാം. പ്രിപ്പയർ ഹൈഡ്രജൻ ബൈ ട്രീറ്റിംഗ് സിങ്ക് വിത്ത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതായത് ഒരു ടെസ്റ്റ് ട്യൂബിൽ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക, അതിലേക്ക് കുറച്ച് സിങ്ക് മെറ്റൽ ആഡ് ചെയ്യുക. ഓക്കെ, സോ സിങ്കും ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ഗ്യാസ് പുറത്തേക്ക് വരും. ആ ഗ്യാസാണ് ഹൈഡ്രജൻ. ഓക്കെ, ഈ ഹൈഡ്രജൻ ഗ്യാസിനെ നമ്മൾ മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ കളക്ട് ചെയ്തെടുക്കണം. ഓക്കെ, അതിൻ്റെ ഒരു സെറ്റപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഈ ഹൈഡ്രജൻ ഗ്യാസിന് സാധാരണ എയറിനേക്കാളും ഡെൻസിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് എയറിൻ്റെ മേലെയായിരിക്കും ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു ഇൻവേർട്ടഡ് ടെസ്റ്റ് ട്യൂബ് ഉപയോഗിച്ച് വേണം നമുക്ക് ഈ ഹൈഡ്രജൻ ഗ്യാസിനെ കളക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ? നൗ ഇൻസേർട്ട് എ ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക് ഇൻ ടു ദിസ് ടെസ്റ്റ് ട്യൂബ്. അതായത് ഈ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് കളക്ട് ചെയ്തു അല്ലേ? ആ ഹൈഡ്രജൻ ഗ്യാസ് കളക്ട് ചെയ്ത ടെസ്റ്റ് ട്യൂബിലേക്ക് ഒരു ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക് അല്ലെങ്കിൽ ഒരു ചന്ദനത്തിരി കാണിക്കുക. ഹിയർ ദ ഗ്യാസ് റിയാക്ടിംഗ് വിത്ത് ഹൈഡ്രജൻ ഈസ് ദ ഓക്സിജൻ പ്രസൻറ്റ് ഇൻ ദ എയർ. ഓക്കെ, സോ നമ്മൾ ഈ ഇൻവേർട്ടഡ് ടെസ്റ്റ് ട്യൂബിൽ ഹൈഡ്രജൻ ഗ്യാസ് കളക്ട് ചെയ്തു എന്ന് പറഞ്ഞു. ഈ ഹൈഡ്രജൻ ഗ്യാസ് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ ഏറ്റവും മുകളിലായിട്ടായിരിക്കും കളക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. താഴെ ഭാഗത്ത് എന്താണുള്ളത്? നോർമൽ എയർ ആണുള്ളത്. ഈ നോർമൽ എയറിൽ എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. ഓക്കെ, സോ ഈ ടെസ്റ്റ് ട്യൂബിൽ ഇപ്പോൾ ഹൈഡ്രജൻ ഗ്യാസും അതേപോലെ ഓക്സിജൻ ഗ്യാസും ഉണ്ട്. ഇവർ തമ്മിൽ റിയാക്ട് ചെയ്യും. ഓക്കെ, ഒബ്സർവ് ദ സൈഡ്സ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. ഈ സമയത്ത് ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ വശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സൈഡ്സ് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അവിടെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്തതായിട്ട് കാണാനായിട്ട് പറ്റും. അതെന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ ഈ ഒരു അപ്പാരറ്റസിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്ത ഹൈഡ്രജനും ആ ടെസ്റ്റ് ട്യൂബിലുണ്ടായിരുന്ന എയറിലുള്ള ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്ത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്തതുകൊണ്ടാണ് ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ വശങ്ങളിൽ ഈർപ്പം അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കാണാനായിട്ട് സാധിച്ചത്. പ്രസൻസ് ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഓൺ ദ സൈഡ്സ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് ഷോസ് ദാറ്റ് ഓക്സിജൻ റിയാക്ട്സ് വിത്ത് ഹൈഡ്രജൻ ടു പ്രൊഡ്യൂസ് വാട്ടർ. ഓക്കെ, സോ ഈ ഒരു എക്സ്പെരിമെൻറ്റ് മനസ്സിലായല്ലോ? ഇനി അടുത്തതായിട്ട് റിയാക്ഷൻ ഓഫ് വാട്ടർ വിത്ത് മെറ്റൽസ്. അതായത് വാട്ടറും മെറ്റൽസും തമ്മിലുള്ള റിയാക്ഷനാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നമ്മൾ ഇരുമ്പ് തുരുമ്പിക്കും എന്ന് പറയും അല്ലേ? അതായത് അയൺ കൊറോഡ്സ് അല്ലെങ്കിൽ അയൺ റസ്റ്റ് എന്ന് നമ്മൾ പറയും. എങ്ങനെയാണ് ഈ അയൺ റസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അയൺ തുരുമ്പിക്കുന്നത് എങ്ങനെയാണ്? വെള്ളത്തിൻ്റെ പ്രസൻസിലാണ് അയൺ തുരുമ്പിക്കുന്നത്. അതായത് അയണും വെള്ളവും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് അയൺ റസ്റ്റ് ചെയ്യുന്നത്. സോ ഇവിടെ മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ?
ഇനി അടുത്തത് മെറ്റൽസ് ലൈക്ക് സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ ടു റിലീസ് ഹൈഡ്രജൻ. അതായത് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം പോലുള്ള മെറ്റൽസ് കോൾഡ് വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് ഗ്യാസ് ഫോം ചെയ്യും? ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യും. മഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഗിവ് ഹൈഡ്രജൻ ഗ്യാസ്. മഗ്നീഷ്യം എന്ന് പറയുന്ന മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താലും ഏത് ഗ്യാസാണ് ലിബറേറ്റ് ചെയ്യുന്നത്? ഹൈഡ്രജൻ ഗ്യാസാണ് ലിബറേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Mg എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യമാണ്, H2O വാട്ടറാണ്. സോ മഗ്നീഷ്യവും ഹൈഡ്രജനും തമ്മിൽ റിയാക്ട് ചെയ്താൽ മഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യും. അതോടൊപ്പം പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ ഗ്യാസാണ്. ഓക്കെ, മഗ്നീഷ്യം ഇനി ഹോട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താലും ഏത് ഗ്യാസാണ് ലിബറേറ്റ് ചെയ്യുന്നത്? ഹൈഡ്രജൻ ഗ്യാസാണ്. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കുക, മെറ്റൽസ് ലൈക്ക് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം റിയാക്ട്സ് വിത്ത് കോൾഡ് വാട്ടർ ടു റിലീസ് ഹൈഡ്രജൻ. മഗ്നീഷ്യം ആണെങ്കിലോ കോൾഡ് വാട്ടർ ആണെങ്കിലും ഹോട്ട് വാട്ടർ ആണെങ്കിലും ഏത് ഗ്യാസ് ലിബറേറ്റ് ചെയ്യും? ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. ഓക്കെ, നൗ അയൺ റിയാക്ട്സ് വിത്ത് സ്റ്റീം ടു ലിബറേറ്റ് ഹൈഡ്രജൻ ഗ്യാസ്. ഇരുമ്പ് സ്റ്റീം അല്ലെങ്കിൽ നീരാവിയായിട്ട് റിയാക്ട് ചെയ്താലും ഏത് ഗ്യാസാണ് ലിബറേറ്റ് ചെയ്യുന്നത്? ഹൈഡ്രജൻ ഗ്യാസാണ് ലിബറേറ്റ് ചെയ്യുന്നത്. നൗ മെറ്റൽസ് ലൈക്ക് കോപ്പർ, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം എക്സെട്ര ഹാവ് നോ കെമിക്കൽ റിയാക്ഷൻ വിത്ത് വാട്ടർ. സോ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യാത്ത മെറ്റൽസ് ഏതൊക്കെയാണ്? കോപ്പർ, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം മുതലായ മെറ്റൽസ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യില്ല. ഇനി വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന മെറ്റൽസിൽ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് ഏതൊക്കെയാണ്? അയൺ, അതേപോലെ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം. ഇതെല്ലാം ഈ മെറ്റൽസ് എല്ലാം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ ഗ്യാസാണ് പുറത്തേക്ക് വിടുന്നത്. അയൺ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് തുരുമ്പായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ അയൺ റസ്റ്റ് ചെയ്തു എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി വാട്ടറിനെ നമ്മൾ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് വാട്ടർ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്നറിയപ്പെടുന്നത്? ഒരുമാതിരി എല്ലാ വസ്തുക്കളെയും അലിയിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? വാട്ടറിനുണ്ട്. അതുകൊണ്ടാണ് വാട്ടർ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്നറിയപ്പെടുന്നത്. When substances dissolve in water, they acquire the property of the substance dissolved. വെള്ളത്തിൽ നമ്മൾ എന്തെങ്കിലും അലിയിപ്പിക്കുമ്പോൾ ആ അലിയിപ്പിക്കുന്ന വസ്തുവിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കും പിന്നീട് വെള്ളം കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വാട്ടറിലേക്ക് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പഞ്ചസാര വെള്ളം കിട്ടും അല്ലേ? ആ വെള്ളത്തിന് എന്തായിരിക്കും പ്രത്യേകത? മധുരമായിരിക്കും. സോ ഷുഗറിൻ്റെ പ്രോപ്പർട്ടിയായ മധുരം നമ്മളത് ആഡ് ചെയ്ത വെള്ളത്തിനും അനുഭവപ്പെടുന്നു. അതുപോലെ വെള്ളത്തിലേക്ക് ഉപ്പാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ആ വെള്ളത്തിന് എന്ത് ടേസ്റ്റ് ആയിരിക്കും? ഉപ്പ് ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, നൗ പ്യുവർ വാട്ടർ ഹാസ് നെയ്തർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ് നോർ ദോസ് ഓഫ് ആൽക്കലി. പ്യുവർ വാട്ടർ ആണെങ്കിൽ അതിന് ആസിഡിൻ്റെ പ്രോപ്പർട്ടിയും ഉണ്ടായിരിക്കില്ല, ആൽക്കലിയുടെ പ്രോപ്പർട്ടിയും ഉണ്ടായിരിക്കില്ല. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ന്യൂട്രൽ സോൾവെൻറ്റ്. പ്യുവർ വാട്ടർ ആസിഡും അല്ല ബേസും അല്ല, അതായത് ആൽക്കലിയുമല്ല, അതൊരു ന്യൂട്രൽ സോൾവെൻ്റ് ആണ്. ഓക്കെ, സോ പ്യുവർ വാട്ടർ അല്ലെങ്കിൽ ഓർഡിനറി വാട്ടറിലേക്ക് നമ്മൾ ആസിഡ് ആണോ ബേസ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലൂ ലിറ്റ്മസ് പേപ്പർ പ്യുവർ വാട്ടറിലേക്ക് ഡിപ്പ് ചെയ്താൽ എന്ത് കളർ ചേഞ്ച് ആയിരിക്കും കാണാൻ പറ്റുന്നത്? നമുക്ക് ഒരു കളർ ചേഞ്ചും കാണാനായിട്ട് പറ്റില്ല. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആണെങ്കിലും റെഡ് ലിറ്റ്മസ് പേപ്പറാണ് നമ്മൾ ഓർഡിനറി വാട്ടർ അല്ലെങ്കിൽ പ്യുവർ വാട്ടറിലേക്ക് ഡിപ്പ് ചെയ്യുന്നതെങ്കിൽ ആ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആയിട്ട് തന്നെ ഇരിക്കും. റെഡ് ലിറ്റ്മസ് പേപ്പർ ആണെങ്കിലോ അത് റെഡായിട്ട് തന്നെ ഇരിക്കും. അതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? ഓർഡിനറി വാട്ടർ അല്ലെങ്കിൽ പ്യുവർ വാട്ടർ എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ സോൾവെൻ്റ് ആണ്. അതിന് ആസിഡിൻ്റെ പ്രോപ്പർട്ടിയും ഉണ്ടായിരിക്കില്ല, ബേസിൻ്റെ പ്രോപ്പർട്ടിയും ഉണ്ടായിരിക്കില്ല. എന്നാൽ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് ആസിഡ് ആഡ് ചെയ്തു, അതിനുശേഷം നമ്മൾ അതിലേക്ക് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ എന്ത് കളർ ചേഞ്ച് കാണാൻ പറ്റും? ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡായിട്ട് മാറും. എന്തുകൊണ്ടാണ്? ഇപ്പോൾ വാട്ടറിന് ആസിഡിൻ്റെ പ്രോപ്പർട്ടീസ് വന്നു. ഓക്കെ, ഇനി ആസിഡ് മിക്സ് ചെയ്ത വെള്ളത്തിൽ നമ്മൾ റെഡ് ലിറ്റ്മസ് പേപ്പറാണ് ഡിപ്പ് ചെയ്യുന്നതെങ്കിലോ കളർ ചേഞ്ച് ഉണ്ടാവില്ല. കാരണം റെഡ് ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ ഡിപ്പ് ചെയ്താൽ കളർ ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, ഇനി വാട്ടർ മിക്സ്ഡ് വിത്ത് ആൽക്കലി അല്ലെങ്കിൽ ബേസ് നമ്മൾ വാട്ടറിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒരു റെഡ് ലിറ്റ്മസ് പേപ്പർ നമ്മൾ അതിലേക്ക് ഡിപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക.
റെഡ് ലിറ്റ്മസ് പേപ്പറിന് എന്ത് കളർ ചേഞ്ച് ഉണ്ടാവും? അത് ബ്ലൂ ആയിട്ട് മാറും. എന്നാൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആൽക്കലി മിക്സ് ചെയ്ത വാട്ടറിലേക്ക് ഡിപ്പ് ചെയ്താൽ ഒരു കളർ ചേഞ്ചും ഉണ്ടാവില്ല. ഓക്കെ, സോ ഓർഡിനറി വാട്ടറിൽ നമ്മൾ ഏത് ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്താലും കളർ ചേഞ്ച് ഉണ്ടാവില്ല. കാരണം ഓർഡിനറി വാട്ടർ ന്യൂട്രൽ സോൾവെൻ്റ് ആണ്, ആസിഡും അല്ല ബേസും അല്ല. ഇനി അസിഡിക് വാട്ടറിലേക്ക് നമ്മൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്താൽ അത് റെഡായിട്ട് മാറും. ഇനി ആൽക്കലി മിക്സ് ചെയ്ത വാട്ടറിലേക്ക് നമ്മൾ റെഡ് ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്താൽ അത് ബ്ലൂ ആയിട്ട് മാറും. ക്ലിയർ ആയല്ലോ? സോ ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പിക്ചറൈസ് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഓർഡിനറി വാട്ടർ അല്ലെങ്കിൽ പ്യുവർ വാട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബ്ലൂ ലിറ്റ്മസ് പേപ്പറും റെഡ് ലിറ്റ്മസ് പേപ്പറും ഡിപ്പ് ചെയ്തു. കളർ ചേഞ്ച് ഒന്നും ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇനി അസിഡിക് വാട്ടറിലേക്ക് നമ്മൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്തപ്പോൾ കളർ ചേഞ്ച് സംഭവിച്ചു. ബ്ലൂ ലിറ്റ്മസ് റെഡായിട്ട് മാറി. ഓക്കെ, ഇനി ബേസിക് സൊല്യൂഷൻ അല്ലെങ്കിൽ ആൽക്കലൈൻ വാട്ടറിലേക്ക് നമ്മൾ റെഡ് ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്തപ്പോൾ അതിന് കളർ ചേഞ്ച് സംഭവിച്ചു. റെഡ് ലിറ്റ്മസ് ബ്ലൂ ആയിട്ട് മാറി. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? നൗ വാട്ടർ ക്യാൻ അക്വയർ ദ കളർ ഓഫ് എനി കളേർഡ് സബ്സ്റ്റൻസ് ആഡഡ് ടു ഇറ്റ്. വാട്ടറിലേക്ക് കളറുള്ള എന്തെങ്കിലും വസ്തുക്കൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വസ്തുവിൻ്റെ നിറം എന്താണോ അത് വാട്ടറിലേക്ക് വരും. അതായത് വാട്ടറിലേക്ക് നമ്മൾ കുറച്ച് റെഡ് ഇങ്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിന് എന്ത് കളർ കിട്ടും? റെഡ് കളർ കിട്ടും. ഇനി വെള്ളത്തിലേക്ക് നമ്മൾ കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പർ സൾഫേറ്റിൻ്റെ നിറമായ ബ്ലൂ കളർ വെള്ളത്തിന് ലഭിക്കും. ഇനി വാട്ടറിലേക്ക് നമ്മൾ നിക്കൽ സൾഫേറ്റ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ എന്ത് കളറാണ് വരുന്നത്? ഗ്രീൻ കളറാണ് വാട്ടറിന് ലഭിക്കുന്നത്. കാരണം നിക്കൽ സൾഫേറ്റിൻ്റെ കളറ് ഗ്രീൻ ആണ്. സിൻസ് വാട്ടർ ക്യാൻ ഡിസോൾവ് വേരിയസ് സബ്സ്റ്റൻസസ് ആൻഡ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് സൊല്യൂഷൻസ്, ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ സോൾവെൻറ്റ്. ഒരുപാട് സബ്സ്റ്റൻസസിനെ അല്ലെങ്കിൽ ഒരുപാട് വസ്തുക്കളെ ഡിസോൾവ് ചെയ്യാൻ വാട്ടറിന് കഴിയും. അതേപോലെ ഒരുപാട് സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് വാട്ടറിനെ യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ? നിങ്ങൾ വെള്ളത്തിന് കട്ടിയുണ്ട് അല്ലെങ്കിൽ കട്ടി കുറവാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും അല്ലേ? എന്താണ് ഈ വെള്ളത്തിൻ്റെ കട്ടി അല്ലെങ്കിൽ ഹാർഡ്നെസ് ഓഫ് വാട്ടർ? Hard water is formed due to the dissolution of the salts of calcium and magnesium present in soil and rocks as rainwater seeps through the soil. മഴവെള്ളം മണ്ണിലൂടെ താഴേക്ക് ഊറുന്ന സമയത്ത് മണ്ണിലും പാറയിലുമൊക്കെയുള്ള കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും സോൾട്സ് അല്ലെങ്കിൽ കാൽഷ്യം മഗ്നീഷ്യം കണ്ടൻ്റ് ആയിട്ട് വരുന്ന ഉപ്പ് വെള്ളത്തിൽ ഡിസോൾവ് ആകുമ്പോഴാണ് ഹാർഡ് വാട്ടർ ഫോം ചെയ്യുന്നത്. ഈ ഹാർഡ് വാട്ടറിൻ്റെ പ്രത്യേകത എന്താണ്? ഹാർഡ് വാട്ടർ ഡസ് നോട്ട് ഗിവ് ഈസി ലാദർ വിത്ത് സോപ്പ് ബിക്കോസ് ദ സോൾട്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം റിയാക്ട് വിത്ത് സോപ്പ് ടു ഫോം ഇൻസോലുബിൾ സോൾട്സ്. അതായത് ഈ ഹാർഡ് വാട്ടറിൽ നമ്മൾ സോപ്പ് പതപ്പിക്കാനായിട്ട് ശ്രമിച്ചാൽ ഈ സോപ്പ് പതയില്ല. സോപ്പ് ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് കിടക്കും. എന്തുകൊണ്ടാണ്? ഹാർഡ് വാട്ടറിൽ കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും സോൾട്സ് ഉണ്ട് അല്ലേ? ഈ കാൽഷ്യം മഗ്നീഷ്യം സോൾട്സ് സോപ്പുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇൻസോലുബിൾ ആയിട്ടുള്ള ഒരു തരം സോൾട്ട് ഫോം ചെയ്യും. അതായത് അത് വെള്ളത്തിൽ ലയിക്കില്ല, വെള്ളത്തിൽ ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് കിടക്കും. അതുകൊണ്ട് സോപ്പ് ഹാർഡ് വാട്ടറിൽ പതയില്ല. വാട്ടർ ഇൻ വിച്ച് സോപ്പ് ഗീവ്സ് ലാദർ റെഡിലി ഈസ് കോൾഡ് സോഫ്റ്റ് വാട്ടർ. അതായത് ഏത് വെള്ളത്തിലാണോ സോപ്പ് നന്നായിട്ട് പെട്ടെന്ന് പതഞ്ഞു വരുന്നത് ആ വെള്ളത്തിനെ നമ്മൾ എന്ത് വിളിക്കും? സോഫ്റ്റ് വാട്ടർ അല്ലെങ്കിൽ ഹാർഡ്നെസ് ഇല്ലാത്ത വെള്ളം. അതിൽ കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും സോൾട്സ് കാണാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള വെള്ളത്തിൽ സോപ്പ് പെട്ടെന്ന് പതയും. ഓക്കെ, ഇനി രണ്ട് തരം ഹാർഡ്നെസ് ഉണ്ട്. ഒന്ന് ടെമ്പററി ഹാർഡ്നെസ്, മറ്റൊന്ന് പെർമനൻറ്റ് ഹാർഡ്നെസ്. The hardness of water containing calcium or magnesium bicarbonates is removed during boiling. This type of hardness of water is known as temporary hardness. അതായത് വെള്ളത്തിലുള്ള കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും സോൾട്സ് കാൽഷ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം ബൈകാർബണേറ്റ്സ് ആണെങ്കിൽ ആ വെള്ളം ചൂടാക്കുന്ന സമയത്ത് ഈ ഹാർഡ്നെസ് പൊയ്ക്കോളും. അങ്ങനെയുള്ള ഹാർഡ്നെസ്സിനെയാണ് ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഒരു വെള്ളം ഹാർഡ് വാട്ടർ ആണ്, അതിനെ നമ്മൾ ബോയിൽ ചെയ്താൽ അതിൻ്റെ ഹാർഡ്നെസ് മാറുമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയും. അപ്പോൾ ടെമ്പററി ഹാർഡ് ആയിട്ടുള്ള വെള്ളത്തിൽ ഉള്ള സോൾട്സ് എന്താണ്? കാൽഷ്യം അല്ലെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെ ബൈകാർബണേറ്റ്സ് ആയിരിക്കും. ഓക്കെ,
Now, the hardness of water containing the chlorides and sulfates of calcium and magnesium is not removed even after boiling. എന്നാൽ ചില ഹാർഡ് വാട്ടറിനെ നമ്മൾ ബോയിൽ ചെയ്താലും അതിൻ്റെ ഹാർഡ്നെസ് മാറില്ല. അങ്ങനെയുള്ള ഹാർഡ് വാട്ടറിനെ നമ്മൾ പെർമനൻറ്റ് ഹാർഡ് വാട്ടർ അല്ലെങ്കിൽ പെർമനൻറ്റ് ഹാർഡ്നെസ് എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെയുള്ള ഹാർഡ് വാട്ടറിലുള്ള സോൾട്ട്സ് എങ്ങനത്തെ ആയിരിക്കും? കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡ്സും സൾഫേറ്റ്സും ആയിരിക്കും. ഓക്കെ, പെർമനൻറ്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ ക്യാൻ ബി റിമൂവ്ഡ് ഓൺലി ബൈ യൂസിങ് സർട്ടൻ കെമിക്കൽസ്. ഈ പെർമനൻറ്റ് ഹാർഡ്നെസ്സിനെ നമുക്ക് മാറ്റണമെങ്കിൽ ചില കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ വെള്ളത്തിന് ചെയ്യണം. ഓക്കെ, എന്നാൽ ടെമ്പററി ഹാർഡ്നെസ് ജസ്റ്റ് ബോയിൽ ചെയ്താൽ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? സോ ഹാർഡ് വാട്ടർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഹെവി വാട്ടർ ആണ്. എന്താണ് ഹാർഡ് വാട്ടറും ഹെവി വാട്ടറും തമ്മിലുള്ള വ്യത്യാസം? ഹെവി വാട്ടർ അല്ലെങ്കിൽ ഘനജലം എന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂൾസ് കണ്ടെയ്നിങ് ഡ്യൂട്ടീരിയം ആണ്. അതായത് ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ ഒരു ഐസോട്ടോപ്പാണ്. ഓക്കെ, ഹൈഡ്രജന് 3 ഐസോട്ടോപ്സ് ആണ് ഉള്ളത്. ഒന്നാമത്തേത് നോർമൽ ഓർഡിനറി ഹൈഡ്രജൻ ആറ്റം ആയിരിക്കും. രണ്ടാമത്തേത് ഹൈഡ്രജൻ 2 അല്ലെങ്കിൽ ഡ്യൂട്ടീരിയമാണ്. മൂന്നാമത്തേത് ഹൈഡ്രജൻ 3 അല്ലെങ്കിൽ ട്രിഷ്യമാണ്. ഇതിൽ സാധാരണ വെള്ളം എന്ന് പറയുന്നത് H2O ആണ്. അതിൽ നോർമൽ ഓർഡിനറി ഹൈഡ്രജൻ ആറ്റംസ് ആണ് ഉള്ളത്. എന്നാൽ ഹെവി വാട്ടർ അല്ലെങ്കിൽ ഘനജലത്തിലുള്ളത് ഡ്യൂട്ടീരിയമാണ്. എന്താണ് ഈ ഡ്യൂട്ടീരിയത്തിൻ്റെ പ്രത്യേകത? നോർമൽ ഹൈഡ്രജൻ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ ന്യൂട്രോൺ ആബ്സെൻ്റ് ആയിരിക്കും. എന്നാൽ ഡ്യൂട്ടീരിയം നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ന്യൂക്ലിയസിൽ ഒരു ന്യൂട്രോൺ ഉണ്ടായിരിക്കും. ഇനി ട്രിഷ്യത്തിലാണെങ്കിലോ 2 ന്യൂട്രോൺസ് ന്യൂക്ലിയസിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ ഒരു ഐസോട്ടോപ്പാണ്. ഈ ഐസോട്ടോപ്സിൻ്റെ പ്രത്യേകത എന്താണ്? അവരുടെ ആറ്റോമിക് നമ്പർ സെയിം ആണെങ്കിലും മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പോൾ ഫുൾ ക്ലിയർ ആയില്ലെങ്കിലും പ്രശ്നമില്ല. ഇത്രയും കാര്യം മനസ്സിലാക്കുക. ഹൈഡ്രജന് 3 ഐസോട്ടോപ്സ് ഉണ്ട്. അതിലൊന്ന് നോർമൽ ഓർഡിനറി ഹൈഡ്രജൻ ആണ്, രണ്ടാമത്തേത് ഡ്യൂട്ടീരിയമാണ്, മൂന്നാമത്തേത് ട്രിഷ്യമാണ്. ഹെവി വാട്ടറിൽ ഓർഡിനറി ഹൈഡ്രജന് പകരം ഡ്യൂട്ടീരിയം ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഹെവി വാട്ടറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് D2O എന്നാണ്. ഓക്കെ, ഇനി ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ദിസ് ഈസ് യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. ന്യൂക്ലിയർ റിയാക്ടേഴ്സിലാണ് ഘനജലം അല്ലെങ്കിൽ ഡ്യൂട്ടീരിയം ഓക്സൈഡ് അല്ലെങ്കിൽ ഹെവി വാട്ടർ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത് വെള്ളത്തിൽ സോൾട്ട് കണ്ടൻറ്റ് ഉണ്ടെങ്കിലാണ് നമ്മൾ അതിനെ ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. പക്ഷേ ഹെവി വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഓർഡിനറി ഹൈഡ്രജൻ അല്ല ഉണ്ടാവുന്നത്, പകരം ഡ്യൂട്ടീരിയം ആയിരിക്കും ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ? ഇനി വെള്ളത്തിൽ ജീവിക്കുന്ന പ്ലാന്റ്സിനെയും ആനിമൽസിനെയും നമ്മൾ എന്താ പറയുന്നത്? അക്വാറ്റിക് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് എന്നാണ് അല്ലേ? ദേ മേക്ക് യൂസ് ഓഫ് ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഈ അക്വാറ്റിക് പ്ലാന്റ്സും ആനിമൽസും എങ്ങനെയാണ് ശ്വസിക്കുന്നത് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ബ്രീത്ത് ചെയ്യുന്നത്? അവർക്ക് ബ്രീത്ത് ചെയ്യാൻ ഓക്സിജൻ വേണ്ടേ? ആ ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഈ വെള്ളത്തിൽ ഓക്സിജൻ ഉണ്ട് അല്ലേ? H2O എന്ന് പറയുമ്പോൾ അതിൽ O ഓക്സിജൻ ആണ്. സോ വാട്ടറിലെ ഓക്സിജൻ ആണ് അക്വാറ്റിക് ആനിമൽസും പ്ലാന്റ്സും ശ്വസിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. വാട്ടർ ഗെറ്റ്സ് പൊല്യൂട്ടഡ് ആസ് എ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ഇറ്റ് ഡിക്രീസസ്. വാട്ടറിലെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ വാട്ടർ മലിനമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആ വാട്ടർ പൊല്യൂട്ടഡ് ആണ് എന്ന് നമുക്ക് പറയാം. The waste dumped into rivers and ponds decay using oxygen dissolved in them. നമ്മൾ വെള്ളത്തിലേക്ക് കുറേ വേസ്റ്റ് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേസ്റ്റ് ഒക്കെ അതിൽ കിടന്ന് ഡീക്കേ ആവും അല്ലെങ്കിൽ അതിൽ കിടന്ന് ചീയും. ഇങ്ങനെ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഈ വെള്ളത്തിലെ ഓക്സിജൻ ആണ്. സോ വേസ്റ്റ് നമ്മൾ വെള്ളത്തിൽ ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറിലുള്ള ഓക്സിജൻ കണ്ടൻറ്റ് ക്രമേണ കുറഞ്ഞു വരും. എന്തുകൊണ്ടാണ്? ഈ ഓക്സിജൻ എല്ലാം ഈ വേസ്റ്റിനെ നശിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട്. This depletes the amount of oxygen and results in destruction of aquatic life. സോ വെള്ളത്തിലെ ഓക്സിജൻ്റെ കണ്ടൻറ്റ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? പിന്നെ അതിൽ ജീവിക്കുന്ന ആനിമൽസിനും പ്ലാന്റ്സിനും ഒന്നും ശ്വസിക്കാൻ ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടാതെ വരും. അങ്ങനെ അക്വാട്ടിക് ലൈഫ് അത് നശിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. മനസ്സിലായല്ലോ?
ഇനി ഏതെല്ലാം രീതിയിലാണ് വാട്ടർ പൊല്യൂട്ടഡ് ആകുന്നത് എന്ന് നോക്കാം. ഓക്കെ, വാട്ടർ റിസോഴ്സസിലേക്ക് വേസ്റ്റ് ഡംപ് ചെയ്യുന്നത്, അതേപോലെ ഫെർട്ടിലൈസേഴ്സിൻ്റെ അമിതമായ ഉപയോഗം, എക്സസീവായിട്ട് ഡിറ്റർജൻസിൻ്റെ ഉപയോഗം, അതേപോലെ വാട്ടർ റിസോഴ്സസിലേക്ക് ഇൻസെക്ടിസൈഡ്സ് മിക്സ് ആവുന്നത്, ഇതെല്ലാം വാട്ടർ പൊല്യൂഷന് കാരണമാവുന്നുണ്ട്. സോ നമുക്ക് എങ്ങനെ വാട്ടറിനെ സേവ് ചെയ്യാം? വാട്ടർ റിസോഴ്സസിലേക്ക് അല്ലെങ്കിൽ പോണ്ടിലേക്കോ വെല്ലിലേക്കോ റിവറിലേക്കോ ഒന്നും വേസ്റ്റ് ഡംപ് ചെയ്യാതിരിക്കുക, അമിതമായി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാതിരിക്കുക, എക്സസീവായിട്ട് അല്ലെങ്കിൽ ആവശ്യത്തിലും അധികം ഡിറ്റർജൻസ് ഉപയോഗിക്കാതിരിക്കുക, ഇൻസെക്ടിസൈഡ്സ് വാട്ടർ റിസോഴ്സസുമായിട്ട് കലരാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിലൂടെ നമുക്ക് വാട്ടറിനെ സേവ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ വാട്ടർ റിസോഴ്സസിനെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കുടിവെള്ളത്തിൻ്റെ ലഭ്യത കുറവ്, അല്ലേ? സോ അതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം? ഈ ഒരു പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാനായിട്ട് പറ്റും? വെള്ളം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, കുടിക്കാൻ യോഗ്യമായ വെള്ളം അമിതമായി ചെലവാക്കാതിരിക്കുക, അല്ലെങ്കിൽ അനാവശ്യ കാര്യങ്ങൾക്ക് കുടിവെള്ളം ചെലവാക്കാതിരിക്കുക. അതായത് ടാപ്പ് വാട്ടർ, കുടിക്കാൻ യോഗ്യമായ ടാപ്പ് വാട്ടർ ഗാർഡനിങ്ങിന് യൂസ് ചെയ്യരുത്. അതേപോലെ മറ്റ് പാത്രം കഴുകാനോ അല്ലെങ്കിൽ നമ്മുടെ വെഹിക്കിൾസ് കഴുകാനോ ഒന്നും നല്ല വെള്ളം, കുടിക്കാൻ പറ്റുന്ന വെള്ളം ഉപയോഗിക്കാതിരിക്കുക. അതേപോലെ വെള്ളത്തിനെ സേവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൺസേർവ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ നമുക്ക് വെള്ളത്തിനെ സേവ് ചെയ്യാം അല്ലെങ്കിൽ കൺസേർവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. സോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.